ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു യുവാവ് അവൻ്റെ അനുഭവം പങ്കുവെച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു വിഷയമാണ്. അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, നിങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയിടയ്ക്ക് ധ്യാനത്തിനിടയ്ക്ക് യേശുവേ 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 ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറയും. ഞാനും അങ്ങനെ നോക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് യേശുവേ യേശുവേ എന്ന് ഏതാനും പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല, ഞാൻ അറിയാതെ തന്നെ എൻ്റെ നാവിൽ നിന്നും ഉയരുന്നത് വേശി 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 എന്നാണ്. യേശു മാറി വേശിയായി. അതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനത്തെ ചില ബന്ധനങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഉദ്ദേശിക്കുന്ന നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരവസ്ഥ പൗലോസിന് പോലും ഉണ്ടായി എന്നുള്ളത് പൗലോസ്ലീഹ പറയുന്നുണ്ട്. റോമ 7:15 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്യാനാണ് എനിക്കിഷ്ടം, പക്ഷെ പറ്റുന്നില്ല. തിന്മ ഒഴിവാക്കി ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ആര് ഈ അവസ്ഥയിൽ നിന്നും എന്നെ മോചിപ്പിക്കും? നമ്മൾ ഈ വിഷയം ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഏറ്റവും വലിയ നാമമാണ് യേശു എന്ന നാമം. ആ നാമം വിളിച്ചാൽ എന്തെല്ലാം സംഭവിക്കാം. ഇനി ആ നാമത്തോട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധനങ്ങൾ, ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു മേഖലയിൽ കയറിപ്പറ്റി പ്രവർത്തിക്കാനാണ് സാത്താൻ പരിശ്രമിക്കുക. അതുകൊണ്ടാണ് യേശു മാറി വേശി എന്നുള്ള ആ ഒരു പദം ആ ചെറുപ്പക്കാരൻ്റെ നാവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, യേശുനാമം പോലെ ശക്തമായ മറ്റൊരു നാമം ഉണ്ടോ? ഇല്ല. വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരു ക്യാൻസർ രോഗി, അക്രൈസ്തവനാണ്. അദ്ദേഹം ഇങ്ങനെ ഈ വേദന അങ്ങ് മൂക്കുമ്പം പച്ചത്തെറിയാണ് പറയണേ. വഴിയെ പോകുന്നവർക്കും കേൾക്കാം, അയൽവാസികൾക്കും കേൾക്കാം. അതിൽ ഒരയൽവാസി ഒരു കത്തോലിക്ക സ്ത്രീയാണ്. അവർ കുറച്ച് ധൈര്യം സംഭരിച്ച് ആ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഞാനുടെ രോഗം സുഖപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാനീ പറയുന്നൊരു കാര്യം, ഈ തെറി പറയുന്നതിന് പകരം യേശുവേ 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 എന്നൊന്ന് വിളിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും. ഇനി അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ ഉപകാരമാവുകയും ചെയ്യും. ഏതായാലും ആ മനുഷ്യൻ അന്ന് ശാന്തനായി. പിന്നീട് അവരെ സന്ദർശിച്ചപ്പോൾ ആ മനുഷ്യൻ തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യം, എനിക്കൊരു ബൈബിൾ തരാമോ? അവരുകൊണ്ട് കൊടുത്തു. ഇനി അവിടെ ഉണ്ടായ ഒരു കാര്യം അവർ പറഞ്ഞത്, രോഗം സുഖപ്പെട്ട് പുള്ളി ഏറെക്കാലം ജീവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നില്ല, പക്ഷേ പുള്ളി വളരെ ശാന്തനായി. ആ ഇടവപ്പള്ളി കുർബാന നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ആ പുള്ളി മരിച്ചതും. കുർബാന കഴിഞ്ഞിട്ട് അവരെല്ലാം പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം അങ്ങനെ ശാന്തനായിട്ട് മരിച്ചതിൽ അവർക്കെല്ലാവർക്കും വലിയ സമാധാനവും അഭിമാനവും തോന്നി. യേശു എന്ന നാമം ഫിലിപ്പിയർ 2-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങും. അപ്പം അത് നിസ്സാര നാമമാണോ? നമ്മുടെയൊക്കെ പേര് പോലെയാണോ? അല്ല. ഈ നാമത്തിന് മുമ്പിൽ സകല മുട്ടുകളും മടങ്ങും. അത്ര ശക്തമായൊരു നാമമാണ് യേശുവിൻ്റെ നാമം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാമത്തെ വചനം എടുക്കുമ്പോഴോ, ഈ നാമത്തിലല്ലാതെ വേറെ ഒരിടത്തും രക്ഷയില്ല. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ നാമം വിളിച്ചപേക്ഷിക്കണം, ഈ നാമത്തിൽ വിശ്വാസം അർപ്പിക്കണം, അങ്ങനെയുള്ളവർ രക്ഷ പ്രാപിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് അത്ഭുതങ്ങൾ സാധ്യമാക്കുന്ന ഒരു നാമമാണെന്ന് മറ്റു കുറച്ച് വചനങ്ങൾ കൂടി എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുക. യേശുനാമം അത്ഭുതങ്ങൾ സാധ്യമാക്കുന്ന നാമം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ന്റെ 1 മുതൽ നമുക്കറിയാം. ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ, ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. പത്രോസ് അവനെ നോക്കിയപ്പോൾ ഭിക്ഷ കൊടുക്കാനാണ് എന്നവൻ വിചാരിച്ചു. ഇനി അതിന് കൈ നീട്ടിയപ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യം, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല, നിനക്ക് തരാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ പക്കൽ ഒരു നാമമുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, നീ ചാടി എഴുന്നേറ്റ് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റോ മാത്രമല്ല, തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഒത്തിരി നാളായിട്ട് അവന് അങ്ങനെ ഒരു കാര്യം ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കഴിവ് വന്നപ്പോൾ തുള്ളിച്ചാടി ആഹ്ലാദിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. അവന് 10, 100, 500 രൂപ കിട്ടിയത് കൊണ്ട് വല്ലതും ആകുമായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ നാമം മൂലം അവൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം അത് അവന് വലിയ ഒരു നേട്ടമായി മാറി. മത്തായി 12:22 നമ്മൾ കാണുന്നുണ്ട്, അന്ധനും ഊമനുമായവനെ കർത്താവ് സുഖപ്പെടുത്തിയ ഒരു രംഗം. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ കർത്താവ് സുഖപ്പെടുത്തിയ രംഗം. 1 യോഹന്നാൻ 3:23 അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ നാമം, യേശു എന്ന നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് രക്ഷ കൈവരിക്കാൻ സാധിക്കുക. ശിഷ്യന്മാരും ഈ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് 16:17 മുതൽ വായിച്ചാൽ 17, 18 വചനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ നാമത്തിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് യേശുവിൻ്റെ നാമം അത്ഭുത നാമമാണ്,
അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നാമമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ നാമത്തോട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഏതെല്ലാം രീതിയിൽ ഈ നാമം എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് 2 ദിനവൃത്താന്തം 7:14 വായിക്കുമ്പോഴാണ്. യേശുവിൻ്റെ നാമം പേറി ജീവിക്കാൻ പറ്റും. പേറുക എന്ന് പറഞ്ഞാൽ വഹിക്കുക. കർത്താവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നും പറഞ്ഞുള്ള സോളമൻ്റെ മനോഹരമായ പ്രാർത്ഥന ഇവിടെ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ നാമത്തിൽ നാം അഭിമാനം കൊള്ളണം. നമ്മുടെയൊക്കെ അഭിമാനം യേശുവിൻ്റെ നാമത്തിലാണോ, യേശുവിലാണോ, അതോ നമ്മുടെ സമ്പത്തിലും ജോലിയിലും അല്ലെങ്കിൽ വസ്ത്രമോടിയിലും ആഭരണങ്ങളിലും സൗന്ദര്യത്തിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അഭിമാനം കൊള്ളുന്നവർ കാണാൻ പറ്റും. പോയി ദുരഭിമാനികളായി മാറുന്ന വ്യക്തികൾ. നമ്മൾ ശരിക്കും യേശുവിൽ അഭിമാനം കൊള്ളണം, അവൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളണം. സങ്കീർത്തനം 105 3-ാമത്തെ വചനം, യേശുവിൻ്റെ നാമത്തിലാണ് നാം അഭിമാനം കൊള്ളേണ്ടത്. 1 കൊരിന്തോസ് 1:31, അഭിമാനിക്കുന്നവർ യേശുക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കണം. റോമാ 10:9, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതിന് അധരങ്ങൾ കൊണ്ട് യേശുവേ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ കണ്ട ഒരു കാര്യമാണ് അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ നാമം എടുത്തുപയോഗിച്ചു. പത്രോസ് ആ നാമം എടുത്തുപയോഗിച്ചപ്പോഴാണ് മുടന്തിന് അവന് സൗഖ്യമുണ്ടായത്, അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത്. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, ഈ നാമം പ്രയോഗിക്കാൻ നോക്കിയാൽ അപകടം പതിയിരിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടെ എടുത്തുപയോഗിക്കണം, അല്ലാതെ പ്രയോഗിക്കാനല്ല നോക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം 19 13-ാമത്തെ വചനം എടുത്താൽ കേവായും 7 മക്കളും അവര് യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി. ഒരു പിശാച് ബാധിതൻ്റെ മേൽ എന്താ സംഭവിച്ചത്? ആ പിശാച് ബാധിതൻ അവരുടെ മേൽ ചാടി വീണവരെ ആക്രമിച്ച് കീഴടക്കി അവർ മുറിവേറ്റ് നഗ്നരായി അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ നാമം വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് ആ നാമം എടുത്തുപയോഗിക്കുമ്പോൾ അത്ഭുതകരമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മളിലൂടെ മറ്റു പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ബോധ്യത്തിലേക്ക് നയിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.